ഹലോ, ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മോർണിംഗ് ടാസ്ക് വന്നിട്ട് ബാഡ്ജിന് അവർ എന്തുകൊണ്ടാണ് ഡിസേർവിംഗ് ആണെന്ന് എക്സ്പ്ലനേഷൻ ചെയ്യണം. അതിൽ ഓർഗ്യുമെൻറ്റിൽ ജയിക്കുന്നവർക്കാണ് ബാഡ്ജ്. അപ്പോൾ ജിസൈനും നവീനും ഓർഗ്യുമെൻറ്റ് ചെയ്തു. അതിൽ നവീൻ ജയിച്ചു. അതിൽ ആദില, നൂറ, ശാരിക. അതിൽ ആദില, നൂറ ജയിച്ചു. ആര്യനും മുനയനും അതിൽ ആര്യൻ ജയിച്ചു. ജിസൈൽ വന്നിട്ട് ഇന്നലെ മലയാളം അറിയും, എനിക്ക് നന്നായി മലയാളം അറിയാം എന്ന് പറഞ്ഞു. ഇന്ന് ജിസൈലിന് മലയാളം അറിയില്ല അത്ര. അതേമാതിരി ജിസൈലിനോട് ബിഗ് ബോസ് വന്നിട്ട് അവരൊരു ഡ്രസ്സ് ഇടരുത് എന്ന് പറഞ്ഞാലും ജിസൈൽ കേൾക്കാതെ അവളുടെ ഡ്രസ്സ് തന്നെ ഇട്ടു. ബിഗ് ബോസ് വീണ്ടും വാണിംഗ് കൊടുത്തിട്ടുണ്ട്, ആ ഡ്രസ്സ് ഇടരുത്, ബിഗ് ബോസിന്റെ ഡ്രസ്സ് വേണം ഇടണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട്. പിന്നീട് പോയി അത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതേമാതിരി നവീന് ഡ്രസ്സ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് എനിക്ക് കോൺഫിഡൻറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു നവീൻ. വീണ്ടും കോയിൻ ടാസ്ക് വെച്ചു. ജയിക്കുന്ന രണ്ടുപേർക്ക് പുതിയതായിട്ട് 2 കോയിൻ കൊടുക്കും. ഒന്ന് ഡെസ്റ്റിനി കോയിനും ഒന്ന് ഗോൾഡ് കോയിനുമാണ്. അല്ല, അക്ബറിനാണ് ഫസ്റ്റ് കിട്ടിയത്. ഫസ്റ്റ് വന്ന അക്ബറിന് ചൂസ് ചെയ്തത് ഡെസ്റ്റിനി കോയിനും. അക്ബർ വന്നിട്ട് അഭിലാഷിന് ഗോൾഡ് കോയിനും കൊടുത്തു. ഈ ഡെസ്റ്റിനി കോയിൻ്റെ പവർ വന്നിട്ട് അകത്തുള്ളവരിന് പുറത്തുള്ള ഒരാളെ അകത്തേക്കും അകത്തുള്ള ഒരാളെ പുറത്തേക്കും കൊണ്ടുവരണം. അതാണ് ആ കോയിൻ്റെ പവർ. അതിൽ ഷാനവാസിനെ ഉള്ളിലേക്കും രഞ്ജിത്തിനെ പുറത്തുമാക്കി. പിന്നെ ഷാനവാസിന്റെ കയ്യിലുള്ള ഗോൾഡ് കോയിന് പവറില്ല. പിന്നെ അഭിലാഷിന്റെ കയ്യിലുള്ള ഗോൾഡ് കോയിനിന്റെ പവർ വന്നിട്ട് നെക്സ്റ്റ് വീക്കിൽ ഡയറക്റ്റ് നോമിനേഷനായിട്ട് ഷാനവാസിനെയോ അല്ലെങ്കിൽ ആര്യനെയോ സെലക്ഷൻ ചെയ്യണം. അതിൽ സെലക്ഷൻ ചെയ്തത് ഷാനവാസിനെയാണ്. വീക്കിലി ടാസ്കിന്റെ അവസാനം ജയിച്ചത് അക്ബറാണ്. അക്ബറിന് മണിപ്പൂർ വീട്ടിലേക്ക് പോകാനുള്ള പ്രവേശനമുണ്ട്. ഷാനവാസ് ഭയങ്കര കള്ളത്തരം പറയുന്നു. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. നമ്മൾക്ക് വീണ്ടും കാണാം, നാളെ വീണ്ടും കാണാം. ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.